എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓണം വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് വിഭവങ്ങളുമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് വെക്കാൻ പോകുന്നത് നമ്മൾ ഉള്ളിക്കറിയും പൈനാപ്പിൾ കാളനുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിക്കറിയാണ്. അത് എൻ്റെ വീട്ടിൽ ഞാൻ പ്രധാനമായിട്ടും വെക്കുന്ന ഒരു വിഭവം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ കാളനും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഉള്ളിക്കറി വെക്കാനായിട്ട് 1 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി ക്ലീനാക്കി നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി 2 തുടം വെളുത്തുള്ളി വേണം. ഒരു 7 പച്ചമുളക്, വെളുത്തുള്ളി നീളത്തിലും പച്ചമുളക് വട്ടത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി. പിന്നെ നമുക്ക് തേങ്ങ വറുക്കാനായിട്ട് 3 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉള്ളിക്കറിക്ക് മാത്രമല്ല സാമ്പാറും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഒരുമിച്ച് വറുത്ത് എടുക്കുന്നതേ ഉള്ളൂ. ഉള്ളിക്കറിക്ക് മാത്രമാണെങ്കിൽ 1.5 മുറി തേങ്ങ മതിയാവും. അപ്പം നമ്മൾ അടുപ്പിലേക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ്. തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി, ഒരു തണ്ട് വേപ്പില എന്നിവയും കൂടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് ഇളക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തേക്കുന്നുണ്ട്. തേങ്ങ വളരെ നൈസായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നേരിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടെ നമ്മൾ ചട്ടി എടുത്ത് താഴെ പുറത്ത് അടപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടോ, അല്ലെങ്കിൽ അടപ്പിൻ്റെ ചൂടും ചട്ടിയുടെ ചൂടും കൂടി പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടി ആയതുകൊണ്ട്, അടി കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചൊരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നീ പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ആറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ടടിക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ അരഞ്ഞു വന്നില്ല എങ്കിൽ അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളർ മാറിപ്പോവും. അപ്പോൾ അല്പം എണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും. അപ്പം ഞാൻ അരച്ചപ്പോൾ കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തു. അപ്പം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. അപ്പം നമ്മുടെ തേങ്ങ വറുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നേരിയ തീയിലിട്ട് വഴറ്റിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് വഴന്നും കിട്ടും. നമ്മുടെ ഉള്ളിയിലൊക്കെ നന്നായിട്ട് ഉപ്പും പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാമേ. നമ്മൾ ഈ ഉള്ളി വഴറ്റാൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളിയിലേക്ക് അല്പം വെള്ളമൊഴിച്ച് കുതിർത്താൻ വെച്ചേക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനാവുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഉള്ളി വഴണ്ട് വന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു ഉണ്ട ശർക്കരയുടെ പകുതി എടുത്തിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാമേ. അതിനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ആ ശർക്കര ഇട്ട് പൊടിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കര അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കര എല്ലാം ഉരുകി നല്ല പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിന്റെ പകുതിയോളം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം
നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പുളി ആവശ്യമെങ്കിൽ മാത്രം രണ്ടാമതും ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പുളി വേണമെങ്കിൽ മാത്രം അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതൊരു 3 ടീസ്പൂണോളം നമ്മുടെ ഉള്ളിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റോളം നേരിയ തീയിലാക്കി, ഫ്ലെയിം ഒന്ന് കുറച്ച് നേരിയ തീയിലാക്കി ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുമ്പോൾ കറി ദാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതാ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അധികം കുറുകിയുമല്ല, എന്നാൽ അധികം വെള്ളം പോലും അല്ല. നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഫാനായിട്ട് മാറും, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഉള്ളിക്കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പൈനാപ്പിൾ കാളനാണേ. അപ്പോൾ പൈനാപ്പിൾ കാളൻ വെക്കാനായിട്ട് ഒരു പൈനാപ്പിളിന്റെ പകുതിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി അതിന്റെ നടുക്കത്തെ വാണിയില്ലേ, നടുക്കത്തെ ആ സാധനത്തിന് വാണി എന്നാണ് കേട്ടോ പറയണത്. നിങ്ങളുടെ അവിടെ എന്താ പറയണേന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ വാണിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ചട്ടിയിലോട്ട് എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ എല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്കൊരു 6-7 പച്ചമുളക് ഇട്ട് കൊടുക്കണം അരിഞ്ഞത്. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് മുങ്ങിക്കിടക്കോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 10-20 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ അതിലുള്ള പുളിയും മധുരമൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുള്ളൂ. അതിനുശേഷം നമുക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കാനായിട്ട് 1 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കൊത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം എന്നിവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് പകർത്തി കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര്, 1 ലിറ്ററിന്റെ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന്റെ പകുതിയോളം നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പകുതി മാത്രമേ. ഒരു മുറി തേങ്ങയ്ക്ക് 1 ലിറ്ററിന്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മിൽക്കി മിസ്റ്റിന്റെ പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന പൈനാപ്പിളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തവി കൊണ്ട് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും തൈരും കൂടി ചേർന്നിട്ടുള്ള അരപ്പ് നമ്മുടെ പൈനാപ്പിളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ചൂടായ വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പും പുളിയും, പുളി കുറവാണെങ്കിൽ ഇത്തിരി തൈരും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ കൂട്ടി വെച്ച് ഒന്ന് ചൂടായി ഒന്ന് പത വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പത എന്ന് ഞാൻ ഉദ്ദേശിച്ചതേ തിളക്കും മുമ്പ് ഇങ്ങനെ നിര പോലെ ഇങ്ങനെ വരുമല്ലോ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. തിളച്ചു പോകരുത്. തിളച്ചു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കതിലേക്ക് കടുകൊക്കെ താളിച്ചിടാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂട്ടത്തിൽ ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് കടുക് വറുക്കുന്നതിനായിട്ട് അടുപ്പിലിട്ട് ഒരു ചട്ടി വെച്ച് തീ കത്തിച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് ഒരു 3-4 കഷ്ണം ഉള്ളി, ചുവന്നുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ, കരിഞ്ഞു പോകരുത്, ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കാളനിലേക്ക്, പൈനാപ്പിൾ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എന്ത് രസമാണല്ലോ ഇങ്ങനെ ഇതിൻ്റെ മഞ്ഞ കളറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കടുക് താളിച്ച് ചുവപ്പ് കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ മാത്രമല്ല നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ ഓണസദ്യയിലെ പ്രധാന 2 വിഭവങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സാമ്പാറിൻ്റെയും വറുത്തരച്ച് വെച്ച നല്ല സാമ്പാറിൻ്റെയും പുളിയിഞ്ചിയുടെയും റെസിപ്പിയാണ്. അത് അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പാർട്ട് 1 ആയിട്ടും സാമ്പാറിനും പുളിയിഞ്ചിയും പാർട്ട് 2 ആയിട്ടുമാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയും പൈനാപ്പിൾ കാളനും എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ പാർട്ട് 2ൽ കാണാം. അത്രയുള്ളൂ, ബൈ.